മാർക്കറ്റിൽ നമ്മുടെ എല്ലാ ക്ലയൻസും ഏറ്റവും നല്ല ഇവന്റ് ഡിസേർവ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ പല സമയങ്ങളിലും അത് നടക്കാറില്ല അല്ലെങ്കിൽ സംഭവിക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും? ഒന്ന് രണ്ട് റീസൺസ് ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു സിനാരിയോ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരു ഇവന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ മൾട്ടിപ്പിൾ വെൻഡേഴ്സിലോട്ട് അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഈ മൾട്ടിപ്പിൾ വെൻഡേഴ്സും അവർ വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഹൈ ലെവലിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വളരെ ലോ പ്രൊഫൈലിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റും അവർ അതിനിടും. മിക്കപ്പോഴും ഈ ബഡ്ജറ്റിന്റെ പ്രസന്റേഷന്റെ ബേസിലാവണം എന്നില്ല ഇവന്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഇവിടുത്തെ. ചിലപ്പോൾ ഈ ഇവന്റ് കമ്പനിയും ഇവരുമായിട്ട് ഈ ക്ലയന്റുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പിന്റെ പേരിലായിരിക്കും ആ ഗ്രൂപ്പിനെ അവർ കൺഫേം ചെയ്യുന്നത്. പക്ഷെ അവരുടെ എക്സ്പീരിയൻസോ എക്സ്പെർട്ടീസോ ജെനുവിനിറ്റോ ആയിരിക്കില്ല അവിടുത്തെ ഒരു മാനദണ്ഡം. രണ്ടാമത്തെ സിനാരിയോ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ചില ആൾക്കാർ കമ്മീഷൻസ് ഓഫർ ചെയ്യാറുണ്ട്. അതിന്റെ പേരിൽ ഇവന്റ് ജെനുവിൻ ആയിട്ടുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആളുകളിലേക്ക് ഇവന്റ് പോവാതെ സാധാ കമ്മീഷൻ ആരാണ് കൊടുക്കുന്നത് അവരിലേക്ക് ഇവന്റ് പോവാറുണ്ട്. മൂന്നാമത്തെ സിനാരിയോ പറയുകയാണെങ്കിൽ, മറ്റു പല കമ്മിറ്റ്മെന്റുകൾ കാരണം എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടീസ് ഉള്ള ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കാതെ ആ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് മാത്രം ചില ആളുകൾ ഇവന്റിനെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ മൂന്ന് സിനാരിയോയിലും പലപ്പോഴും നമുക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തരുന്ന ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാതെ ആവുകയും ആ ഇവന്റ് അവർ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ നടക്കാതെ പോവുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു തോട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും ഒരു ഇവന്റ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ മൂന്ന് ക്രൈറ്റീരിയാസ് ആവരുത്. കമ്മീഷന്റെ മുകളിൽ അല്ലെങ്കിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ മുകളിൽ ഒരിക്കലും നമ്മളൊരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യരുത്. മറിച്ച് അവരുടെ എക്സ്പേർട്ടീസും ജെനുവിനിറ്റിയും അവർ ഏത് ഡിഗ്രിയിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് തരുന്നു, ഇത് മാത്രമാവണം നമ്മളൊരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടത്. താങ്ക് യു.